നമസ്കാരം. സർവഭൂതങ്ങളിലും, അതായത് സർവചരാചരങ്ങളിലും പ്രപഞ്ചം മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ഉള്ളതായ ആ പരമാത്മ ചൈതന്യത്തെയാണ് സദാ ധ്യാനിക്കേണ്ടത്. എല്ലാ ഇടത്തും ഉള്ള ആ പരമാത്മാവിനെയാണ് ധ്യാനിക്കേണ്ടത്. അപ്പൊ ധ്യാനിക്കുന്നതിന് മുമ്പ് ബുദ്ധി അറിയണം. എന്തിനെയാണോ ധ്യാനിക്കാൻ പോകുന്നത്, ആ ധ്യാനിക്കുന്നതിന് മുമ്പ് ബുദ്ധി അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ധ്യാനം. അറിയാതെ ധ്യാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അറിഞ്ഞതിന് ശേഷമാണ് ധ്യാനം. ശുദ്ധ ബുദ്ധിയോടുകൂടിയവനായിരിക്കണം ധ്യാനിക്കാൻ. ശുദ്ധ ബുദ്ധിയോട് കൂടിയവൻ ആണ് ധ്യാനിക്കേണ്ടത്, അല്ലേ? അപ്പൊ ബുദ്ധി ഈശ്വരനെ സമർപ്പിക്കാൻ തയ്യാറുള്ളവനാണ്. ബുദ്ധി ഈശ്വരനെ സമർപ്പിക്കണം. ബുദ്ധി ഈശ്വരനെ സമർപ്പിക്കാൻ തയ്യാറെടുത്തവനാവണം. അവൻ തയ്യാറെടുത്തിരിക്കണം. അപ്പൊ ബുദ്ധി ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓണർഷിപ്പ് മാറി, ഓണർ മാറി. പിന്നെ പഴയ ഓണർ ഉണ്ടാവില്ല, അല്ലേ? ഉണ്ടാവില്ല. അപ്പൊ ബുദ്ധി ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരായി തീരും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അത് ഇല്ലാതെയാവും. പക്ഷെ ഭഗവാനാണ് നമ്മൾ ഭഗവാന് ബുദ്ധി സമർപ്പിക്കുമ്പോൾ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരായി തീരുകയല്ല, മറിച്ച് നമ്മുടെ ബുദ്ധി പ്രസാദമായി മാറുകയാണ്. ബുദ്ധി പ്രസാദമായി മാറുകയാണ് ചെയ്യണത്, അല്ലെ? ആ പ്രസാദമാണ് വിശുദ്ധി. പ്രസാദമായി തീരുന്നത് കൊണ്ട് ആ പ്രസാദമാണ് വിശുദ്ധി, അല്ലെ? അപ്പൊ ജ്ഞാനം ഗ്രഹിക്കണമല്ലോ. അപ്പൊ മനസ്സിലാക്കാൻ സാമർഥ്യമുള്ള പ്രസാദ ബുദ്ധി നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ ഉണ്ടാക്കിയെടുക്കണം. ജോലിയുണ്ട്. നിരന്തര സാധനയിലൂടെ ആ സാമർഥ്യമുള്ള പ്രസാദ ബുദ്ധി നിരന്തര സാധനയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പരമാത്മാവിനെ കണ്ടെത്തേണ്ടത്, പരമാത്മാവിനെ അറിയേണ്ടത് ആ പ്രസാദ ബുദ്ധിയിലാണ് പരമാത്മാവിനെ അറിയേണ്ടത്. അപ്പൊ ഭഗവത്ഗീത 10-ാം അധ്യായം 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയണു. 10-ാം അധ്യായം 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ദദാമി ബുദ്ധിയോഗം.
അപ്പോൾ ആ ബുദ്ധിയോഗം ഭഗവാൻ നമുക്ക് തരികയാണ്. ഈ വേദശാസ്ത്ര വിചാരം കൊണ്ട്, നമ്മുടെ ശാസ്ത്ര വിചാരം കൊണ്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന തത്വം അറിഞ്ഞ് ആ തത്വം അറിയുമ്പോൾ ചിത്തം തത്വത്തിൽ തന്നെ ഉറയ്ക്കും, തത്വത്തിൽ തന്നെ ഉറയ്ക്കും, അറിഞ്ഞതിൽ ഉറയ്ക്കും, അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞതിൽ ഉറയ്ക്കും. അപ്പൊ ചിത്തം തത്വത്തിൽ തന്നെ ഉറയ്ക്കും. അങ്ങനെ ഉറച്ചതിൻ്റെ ഫലമായി ഭഗവാൻ ബുദ്ധിയിൽ പ്രസാദിക്കും അല്ലെ. ഇനി ആ പ്രസന്നനായ ഭഗവാൻ തൻ്റെ യഥാർത്ഥ തത്വം പ്രസാദ ബുദ്ധിയിൽ ബോധിപ്പിക്കും, പ്രസാദ ബുദ്ധിയിൽ ബോധിപ്പിക്കും. അങ്ങനെ പരമാത്മാവിനെ പരിപൂർണമായി അറിയും. അങ്ങനെ പ്രസന്നനായ ഭഗവാൻ തൻ്റെ യഥാർത്ഥ തത്വം പ്രസാദ ബുദ്ധിയിൽ ബോധിപ്പിക്കും, എല്ലാം അറിയാൻ സാധിക്കും. അപ്പം പരമാത്മാവിനെ പരിപൂർണമായി കുറച്ചല്ല, പകുതിയല്ല, സ്വല്പമല്ല, പൂർണ്ണമായി അറിയും. മനുഷ്യജന്മത്തിൻ്റെ പരമ ലക്ഷ്യം ഇത് അനുഭവിക്കലാണ്. ഇതാണ് അനുഭവിക്കേണ്ടത്. ഈ അനുഭവം ഉണ്ടാവണം. അപ്പൊ ബുദ്ധി പ്രസാദിച്ച് എല്ലാവർക്കും, ഭഗവത് കൃപ കൊണ്ട് ബുദ്ധി പ്രസാദിച്ച് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.